ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോ. കൊച്ചിയുടെ സ്വന്തം വാട്ടർ മെട്രോ ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വന്നത് ഈ ഒരു ഇതിനെ എന്താണ് ശരിക്കും പറയുക. നമ്മൾ ബോട്ടെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല, കാരണം ഇത് ബോട്ടല്ല, ഇതൊരു തരം കറ്റമരനാണ്. അതായത് കറ്റമരൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അടിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, രണ്ട് ഹള്ളുണ്ട്. ഈ ഹള്ളിൻ്റെ ചിലൊരു രണ്ട് വഞ്ചികൾ ഒരുമിച്ച് ചേർത്താൽ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഒരു രൂപമാണ് ശരിക്കും നമ്മുടെ ഈ ഒരു കറ്റമരന് വരുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഇതിനെ ബോട്ട് എന്ന് വിളിക്കരുത്. ഇതിന് പറയുന്ന പേരാണ് കറ്റമരൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതുപോലൊരു കറ്റമരം വന്ന് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയിലാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ലോകത്ത് ഒരുപാട് കറ്റമരനുകളുണ്ട്. അത് ശരിക്കും ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്ക് ഒരു ലോകമെമ്പാടും സർവീസ് നടത്തുന്നുണ്ട് പല തരം കറ്റമരനുകൾ. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ നമ്മൾ സഞ്ചാരത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് നമുക്കൊക്കെ ഇതുപോലെ കറ്റമരനിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാനും പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഭാഗ്യത്തിന് നമുക്ക് നമ്മുടെ വാട്ടർ മെട്രോ വരുന്നത് ഇങ്ങനത്തെ ഒരു രൂപത്തിലാണ്. ഇതാകുമ്പം എന്ന് വെച്ചാൽ രണ്ട് വഞ്ചികൾ അല്ലെങ്കിൽ രണ്ട് വഞ്ചികൾ ചേർത്ത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവത്തിന് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ കാണാം, ഇതുപോലെ തന്നെയാണ് കറ്റമരൻ എന്ന് പറയുമ്പോൾ ഏകദേശം രൂപം ഇത് തന്നെയാണ്. അപ്പം ഇതാകുമ്പം നമുക്ക് മറ്റേതിൻ്റെ അത്ര നമുക്ക് ചിലവ് വരുന്നില്ല. നമുക്കിപ്പോൾ ഒരു വഞ്ചി ഒരു ബോട്ട് ബോട്ടിനേക്കാളും കുറച്ചും കൂടി എന്ന് വെച്ചാൽ രണ്ട് സൈഡായതുകൊണ്ട് രണ്ട് സൈഡിലാണ് ഇതിൻ്റെ ഹള്ള് വരുന്നത്. അതുകൊണ്ട് നല്ല ബാലൻസാണ്. അത്യാവശ്യം ബോട്ടെന്ന് പറയുമ്പോൾ അറിയാം നടുക്കാണ് വരുന്നത്. അപ്പോൾ ബോട്ടിലാകുമ്പം ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്ക് യാത്ര ചെയ്യാനും പിടിക്കാനൊക്കെ. പക്ഷേ ഇത് നല്ല കംഫർട്ടാണ് കേട്ടോ സംഭവം. ഈ ഒരു റൂട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ മട്ടാഞ്ചേരി ഫോർട്ട് വെച്ച്, അല്ലെങ്കിൽ മട്ടാഞ്ചേരി ഫോർട്ട് വെച്ച് റൂട്ടിലോട്ട് വരുമ്പം നല്ല ഓളംതുള്ളലുള്ളൊരു റൂട്ടാണിത്. ശരിക്കും ഞാൻ ഒരു വിഷ്വൽസിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ കാണാം. ഇതാണ് നമ്മുടെ കറ്റമരൻ. ഈ ഭാവിയിൽ ഈ കറ്റമരനുകളൊക്കെ ചിലപ്പം വേറെ ഏതെങ്കിലും റൂട്ടിലോട്ട് പോകുമായിരിക്കും. കൊടുങ്ങല്ലൂർ വരെയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി ഭാവിയിൽ കൊടുങ്ങല്ലൂരും വരുമെന്ന് നമുക്ക് വിചാരിക്കാം. വരുവാണെങ്കിൽ നല്ലത്. അപ്പം സംഭവം ഇതാണ്, നമ്മൾ കറ്റമരൻ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ദയവ് ചെയ്ത് ഇതിനാരും ബോട്ട് എന്ന് വിളിക്കരുത്. ഇത് കറ്റമരൻ, രണ്ട് ഹള്ളുള്ളതിൻ്റെ പേരിലാണ് ഇതിന് കറ്റമരൻ എന്ന് പറയുന്നത്. ശരിക്കും കറ്റമരൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് വെച്ചാൽ കട്ടുമരം എന്ന് തമിഴിൽ ഒരു പദമുണ്ടായിരുന്നു. അതായത് കട്ടുകൊണ്ട് വന്ന മരം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു പേരിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു വെസലിന് അങ്ങനെ ഒരു പേര് ഇംഗ്ലീഷുകാർ കൊടുത്തത്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഇൻഫർമേഷനായിരുന്നു. അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരിക്കലും നമ്മുടെയൊക്കെ വാട്ടർ മെട്രോന് ഒരിക്കലും ബോട്ട് എന്ന് പറയരുത്. ഇത് കറ്റമരനാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതൊരു ചെറിയൊരു വ്ളോഗായിരുന്നു. ഇത് നമ്മളിവിടെ നിന്ന് നേരെ മട്ടാഞ്ചേരിക്ക് പോവുകയാണ്. അവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഓക്കെ ഗൈസ്.